സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായതിനെ തുടർന്ന് മാർക്കറ്റ് മിഡ് ക്യാപ് IT സ്റ്റോക്കുകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.16 S&P 0.16 പോയിന്റും ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഡോ ജോൺസ് 0.07% ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റിൽ ഫഡ്സെ 0.21 ഡാക്സ് 0.35% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. CAC 0.33% ഇടിഞ്ഞു. ഏഷ്യൻ ഇൻഡെക്സിൽ ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി, കൊറിയൻ ഇൻഡെക്സ് തുടങ്ങിയവ ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് നടത്തിയത്. ഇന്ത്യൻ ഇൻഡെക്സ് 25,000 മുകളിൽ 25,017 ക്ലോസിംഗ് നൽകി. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ 1,503 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 16 ട്രേഡിംഗ് സെഷന് ശേഷം കഴിഞ്ഞ ദിവസം 604 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ബ്രന്റ് ക്രൂഡിൻ്റെ വില കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞ് ബ്രന്റ് വില കഴിഞ്ഞ ദിവസം 2% ഇടിഞ്ഞ് $79.80 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഗോദ്രേജ് അഗ്രോവേറ്റ്. ഗോദ്രേജ് ടൈസൺ ഫുഡിൻ്റെ 49% സ്റ്റേക്കുകൾ ടൈസൺ ഇന്ത്യ ഹോൾഡിംഗ്സിൽ നിന്നും അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. ആൾറെഡി ഈ അക്വിസിഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോദ്രേജ് അഗ്രോവേറ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് മഹാരാഷ്ട്ര ടാക്സ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും 429 കോടി രൂപയുടെ GST ഡിമാൻഡ് ആൻഡ് പെനാൽറ്റി ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ജെൻസോൾ എഞ്ചിനീയറിയുടെ US സബ്സിഡറി കമ്പനിയായ സ്കോർപിയോൺ ട്രാക്കർ എന്ന കമ്പനി 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 20,000 മെഗാവാട്ട് ആനുവൽ പവർ ജനറേഷൻ കപ്പാസിറ്റി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഹൈവേ പ്രൊജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 380 കോടി രൂപയുടെ ഓർഡറാണ് PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആദിത്യ ബിർള ക്യാപിറ്റലിൻ്റെ സബ്സിഡറി കമ്പനിയായ ആദിത്യ ബിർള ഹൗസിംഗ് ഫിനാൻസിൽ 300 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ് ഇഷ്യൂ വഴി നടത്തിയിട്ടുണ്ട്. ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പൃഥ്വി അസറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന കമ്പനിയുടെ സ്റ്റേക്ക് സെൽ ചെയ്ത് ഇൻഡോസ്റ്റാർ ക്യാപിറ്റൽ ഫിനാൻസ് എന്ന കമ്പനി 357 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഫണ്ട് റൈസിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്ക് സ്കിപ്പറാണ്. സ്കിപ്പർ 600 കോടി രൂപയുടെ ഫണ്ട് ഇക്വിറ്റി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ തന്നെ സബ്സിഡറി കമ്പനിയായ ജിയോ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ 6.8 കോടി ഷെയറുകൾ 68 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ഇതുവഴി ജിയോ പേയ്മെൻറ്റ് ബാങ്കിലുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 78.9% നിന്നും 82.17% ഉയർന്നു. ബാങ്ക് ഓഫ് ബറോഡ ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്സ് വഴി 5,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ വരും സമയങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് UPL ആണ്. UPL PTXL എന്ന കമ്പനിയുടെ 20% സ്റ്റേക്കുകൾ $6.9 മില്യൺ അക്വയർ ചെയ്തു കഴിഞ്ഞു. മെഡ് പ്ലസ് ഹെൽത്ത് സർവീസിൽ നിന്നും പ്രമുഖ ഏസ് ഇൻവെസ്റ്ററായ വാർബർഗ് പിൻഗസ് 11.35% സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് വഴി സെൽ ചെയ്തു. ഇൻഫിബീം എന്ന കമ്പനി ഇൻഫിബീമിൻ്റെ CCTV ക്യാമറകളിൽ വുമൺ സേഫ്റ്റി ഫീച്ചറായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫെസിലിറ്റി മാനേജർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ NBCCയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, NBCC ആഗസ്റ്റ് 31 ബോണസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റാണ്. കാരാസിൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ ബേസ്ഡ് കാരാസിൽ ബ്രാസ്വെയർ എന്ന കമ്പനിയുടെ 30% സ്റ്റേക്കുകൾ കാരാസിൽ എന്ന കമ്പനി അക്വയർ ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.